നമസ്കാരം. മിഥുനക്കൂറാണ് അടുത്തത്. മകയിരം അവസാന പകുതി, തിരുവാതിര, പുണർതം ആദ്യ മുക്കാൽ ഭാഗം ഇവ ചേർന്ന മിഥുനക്കൂറുകാർക്ക് 2025 പൊതുവെ ഗുണങ്ങളും ദോഷങ്ങളും ഇടകലർന്ന നിലയിൽ അനുഭവപ്പെടും. ആരംഭത്തിൽ അത്ര അനുകൂലമല്ലാത്ത ചില സാഹചര്യങ്ങളൊക്കെ ഉണ്ടായെന്ന് വരാം. വിചാരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നടക്കണമെന്നില്ല. അപ്രതീക്ഷിതമായി പല കാര്യങ്ങളിലും തടസ്സങ്ങൾ ഉണ്ടാകാം. പ്രവർത്തന രംഗത്ത് ചില പ്രതികൂല സാഹചര്യങ്ങൾക്കൊക്കെ സാധ്യതയുണ്ട്. പുതിയ ജോലിക്ക് ശ്രമിക്കുന്നവർക്ക് കാലതാമസം ഉണ്ടാകും. അന്യദേശങ്ങളിൽ പോകാൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നവർക്കും ആ താമസം അനുഭവപ്പെടും. യാത്രാക്ലേശം, അലച്ചിൽ ഇതിനൊക്കെ സാധ്യതയുണ്ട്. കച്ചവട രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് നഷ്ടങ്ങൾ ഉണ്ടാകാതെ ഇരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പണമിടപാടുകൾ വളരെ സൂക്ഷിച്ച് നടത്തുക. നിങ്ങളുടെ ബിസിനസ് ശൃംഖല വിപുലീകരിക്കാൻ ശ്രമിക്കുമ്പോഴും എല്ലാ വശങ്ങളും ആഴത്തിൽ നന്നായി പഠിച്ചു മനസ്സിലാക്കി പ്രയത്നിക്കേണ്ടതാണ്. ആരോഗ്യകാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. കുടുംബത്തിൽ പൊതുവെ സ്വസ്ഥതയും സന്തോഷവും നിലനിൽക്കും. കുട്ടികൾക്ക് പഠനകാര്യങ്ങളിൽ കുറച്ചുകൂടി ജാഗ്രത വേണ്ടതാണ്. എങ്കിലും നല്ല പുരോഗതിയും ഉയർച്ചയും അഭിവൃദ്ധിയും കൈവരിക്കാൻ സാധിക്കും. ജീവിതത്തിൽ വളരെ സുപ്രധാനമായ മാറ്റങ്ങളുടെ കാലഘട്ടമാണ് വരുന്നത്. വിവാഹ ആലോചനകളിൽ തീരുമാനമുണ്ടാകും. അത്യപൂർവമായ വിസ്മയകരമായ പല അനുഭവങ്ങളും ജീവിതത്തിലേക്ക് കടന്നു വരാം. സമഗ്രവും സമ്പൂർണവുമായ രാശി ചിന്തയിലൂടെ വസ്തുതകൾ അറിഞ്ഞ് വേണ്ട പ്രതിവിധികൾ ചെയ്ത് മുമ്പോട്ട് പോവുക.